പാലക്കാട് തിരുമിറ്റക്കോട് ആശങ്ക പരത്തി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചു. രോഗം സ്ഥിരീകരിച്ച പന്നി ഫാമിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ രോഗബാധിത പ്രദേശമായിട്ടും 4 പഞ്ചായത്തുകളിൽ നിയന്ത്രണവും ഏർപ്പെടുത്തി. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡായ ചാഴിയാട്ടിരിയിലാണ് ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച പന്നിഫാമിന് ചുറ്റുമുള്ള 1 കിലോമീറ്റർ ചുറ്റളവ് രോഗബാധിത പ്രദേശമായും 10 കിലോമീറ്റർ ചുറ്റളവിൽ ഉൾപ്പെടുന്ന 4 ഗ്രാമപഞ്ചായത്തുകളെ രോഗനിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചു. തിരുമിറ്റക്കോട്, നാഗലശ്ശേരി, തൃത്താല, ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾ രോഗനിരീക്ഷണ മേഖലയിൽ ഉൾപ്പെടും. പന്നിപ്പനി സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ രോഗവ്യാപനം തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ ജില്ലാ കളക്ടർ മാധവിക്കുട്ടി MS ഉത്തരവിട്ടു. രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യുന്ന കടകളുടെ പ്രവർത്തനവും ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പൂർണ്ണമായും നിർത്തിവെക്കണമെന്ന് ഉത്തരവിൽ പറയുന്നു. രോഗബാധിത പ്രദേശങ്ങളിലെ 1 കിലോമീറ്റർ ചുറ്റളവിൽ കേന്ദ്ര സർക്കാരിന്റെ പ്ലാൻ ഓഫ് ആക്ഷൻ പ്രകാരമുള്ള പ്രോട്ടോകോൾ പാലിക്കാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകി. രോഗം സ്ഥിരീകരിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പരിധിയിൽ പോലീസ്, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, തദ്ദേശ സ്വയംഭരണ ഉദ്യോഗസ്ഥർ, വില്ലേജ് ഓഫീസർ എന്നിവരുൾപ്പെട്ട റാപ്പിഡ് റെസ്പോൺസ് ടീം അടിയന്തരമായി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കാനുള്ള നടപടി സ്വീകരിക്കാനും ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. ന്യൂസ് 18 തിരുമിറ്റക്കോട്. തെരുവുനായ ആക്രമണം ഭയന്ന് കഴിയുകയാണ് പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ കള്ളിക്കുന്ന് പ്രദേശവാസികൾ. നായ്ക്കളുടെ എണ്ണം വർദ്ധിച്ചതോടെ ഇവയുടെ ആക്രമണവും പ്രദേശത്ത് കൂടിയിട്ടുണ്ടെന്നാണ് പരാതി. നായ്ക്കളുടെ ശല്യം വീടിനകത്തേക്ക് വരെ എത്തിയതോടെ രക്ഷയ്ക്കായി പുതിയ മാർഗങ്ങൾ തേടിയിരിക്കുകയാണ് വീട്ടുകാർ. തൃത്താല, കുമരനല്ലൂർ, കള്ളിക്കുന്ന് പ്രദേശത്തെ വീടുകളിൽ ചെന്നാൽ ഇതാണ് കാഴ്ച. തെരുവ് നായ്ക്കളെ പേടിച്ച് വീടിന്റെ ഉമ്മറം വലകൊണ്ട് മൂടിയിരിക്കുകയാണ്. വീടിനകത്ത് വരെ കൂട്ടമായി തെരുവ് നായ്ക്കൾ കയറി തുടങ്ങിയതോടെയാണ് വീട്ടുകാർ വലകൊണ്ട് ഇത്തരമൊരു മാർഗം സ്വീകരിച്ചത്. ഒരു മാർഗമില്ലാത്ത കാരണം കാശ് കൊടുത്ത് വല മേടിച്ച് വല കെട്ടിയിരിക്കുന്നു. വല കെട്ടിയ കാരണം ഇപ്പോൾ എന്നാലും വല ഉള്ളിൽ ചാടിയിട്ട് അത് കിടക്കുന്നുണ്ട്. ഞങ്ങൾ പൊറുതി മുട്ടിയിരിക്കുന്നു നായക്കളെ കൊണ്ട്. കുട്ടികളെ കാണിച്ച് മദ്രസ പോകാൻ വയ്യ, സ്കൂളിൽ പോകാൻ വയ്യ, ഞങ്ങൾ റോഡ് സൈഡിലേക്ക് കൊണ്ടാക്കി കൊടുക്കലാണ്. അത്രയും ഇതായിരിക്കും വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പറയുന്നത്. കുട്ടികളെ സ്കൂളിലേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞയക്കാൻ പോലും ഭയമാണെന്നും അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഒരു 5 മിനിറ്റ് ഇവിടെ അങ്ങോട്ട് എത്തും. ഗവൺമെന്റ് എത്തും. 5-6 ഒപ്പം ഉണ്ടാവും, 6, 8, 10 ഉണ്ടാവും. അങ്ങനെയാണ് ഈ വല വെച്ചിരിക്കുന്നല്ലേ? ഇപ്പൊ കയറാറുണ്ടോ? ഇല്ലല്ലോ, ഒരു കണ്ടില്ല. ആളില്ലാതെ കൊണ്ടൊന്ന് കയറി. രണ്ടാമത് കയറാൻ ആളില്ലാത്തുമ്പോ ഇനി കയറാൻ വേണ്ടി നിന്നാൽ പോയി. പോയില്ല. കൂട്ടമായി വിഹരിക്കുന്ന നായ്ക്കൾ കാൽനടയാത്രക്കാർക്കും വലിയ ഭീഷണിയാകുന്നുണ്ട്. ഇരുചക്ര വാഹനങ്ങളുടെ പുറകെ നായ്ക്കൾ ഓടുന്നത് പലപ്പോഴും അപകടങ്ങൾക്കിടവരുത്തുന്നു. അടുത്തിടെ തൃത്താലയിൽ ഒരു കുഞ്ഞുൾപ്പെടെ 3 പേർക്കാണ് തെരുവുനായുടെ ആക്രമണത്തിൽ ഗുരുതര പരിക്കേറ്റത്. പേവിഷബാധയേറ്റ നായയുടെ കടിയേറ്റ് കഴിഞ്ഞ ദിവസം 3 പേർക്കും ഒരു പശുവിനും പരിക്കേറ്റു. തെരുവ് നായ്ക്കൾ മനുഷ്യജീവൻ ഉയർത്തുന്ന ഭീഷണിയുടെ വ്യാപ്തി നാൾക്കുനാൾ കൂടി വരുമ്പോൾ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നില്ലെന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. ന്യൂസ് 18 തൃത്താല.